കേരളത്തിൽ നുഴഞ്ഞു കയറിയതിന് പിടിയിലായ ബംഗ്ലാദേശി സ്വദേശികളുടെ കൂടെ താമസിച്ചിരുന്നവർ ഒളിവിൽ പോയി. ബംഗാളികളെന്ന വ്യാജേനയാണ് ബംഗ്ലാദേശി സ്വദേശികൾ ഇവർക്കൊപ്പം തങ്ങിയിരുന്നത്. ബംഗ്ലാദേശി കലാപകാരികൾ സംസ്ഥാനത്ത് നുഴഞ്ഞു കയറിയെന്ന സൂചനയിൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വ്യാപക പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് പെരുമ്പാവൂർ, ആലുവ മേഖലകൾ സുരക്ഷിത താവളമാക്കിയ ബംഗ്ലാദേശികൾ പലരും മുങ്ങിയത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, നമുക്കറിയാം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ പോലും കേരളത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ബംഗ്ലാദേശി സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അവർ പറഞ്ഞത് ജോലി തേടി ഇവിടേക്ക് എത്തിയത് എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. കാരണം ഇവരുടെ കൂടെ താമസിച്ചിരുന്ന ബംഗാളികൾ എന്ന വ്യാജേനെ താമസിച്ചിരുന്നവർ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. കാരണം ഇവരുടെ കയ്യിൽ നിന്നും വ്യാജ രേഖകളെല്ലാം, ID കാർഡ് അടക്കമുള്ള വ്യാജരേഖകൾ കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായ ഘട്ടത്തിലാണ് ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു വലിയ വീഴ്ചയായി കാണാൻ സാധിക്കില്ലേ? കാരണം ഇത്തരം സംശയങ്ങൾ നിഴലിക്കുന്ന സമയത്ത് പോലും ഇവരെ കാണാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ദേവിക, ഇപ്പോൾ എറണാകുളം റൂറൽ പരിധിയിൽ 20-ലധികം പേർ ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി എത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചന. അതിൽ 2 പേരെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടികൂടിയത്. ഇവരിൽ നിന്ന് ലഭിച്ച ആദ്യം തസ്ലീമ എന്ന ഒരു ബംഗ്ലാദേശി യുവതി, 28 വയസ്സുള്ള യുവതിയെ പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ദിൽവാർ ഹുസൈൻ എന്ന മറ്റൊരു 28-കാരനെ കൂടി അങ്കമാലിയിൽ നിന്നും പിടികൂടിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. എന്നാൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തന്നെ 20 പേർ ഇവരുടെ സംഘത്തിൻ്റെ ഭാഗമായി എറണാകുളം റൂറൽ പരിധിയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിച്ച വിവരം. എന്നാൽ തെരച്ചിലും മറ്റന്വേഷണങ്ങളുമെല്ലാം ഊർജിതമായതോടെ ഇവരെല്ലാം തന്നെ നിലവിൽ എവിടെയാണോ തങ്ങിയിരുന്നത് അവിടെ നിന്നും മുങ്ങിയിരിക്കുകയാണ്. അവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായാണ് ആലുവ റൂറൽ SP വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇവർ വന്നത് ഒരു തൊഴിൽ തേടി മാത്രമാണോ എന്ന ഒരു സംശയമാണ് വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്നത്. കാരണം ബംഗ്ലാദേശികളായ കലാപകാരികളാണോ എത്തിയെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ്. റോയ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളും ഇതിൻ്റെ പിന്നാലെയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ 20 പേരെന്ന് ഇവർ പറഞ്ഞെങ്കിൽ 100ഓളം പേര് ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇവരുടെ ഫോൺ രേഖകൾ, കഴിഞ്ഞ ഒരു മാസത്തെ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഇവരെന്നെത്തിയതെന്നത് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇവർക്ക് തിരിച്ചറിയൽ രേഖ എവിടുന്ന് തരപ്പെടുത്തി ലഭിച്ചു, അതോടൊപ്പം തന്നെ ഇവർ വന്നു കഴിഞ്ഞതിനോട് ശേഷമുള്ള ഇവരുടെ പ്രവർത്തികൾ എങ്ങനെയാണ്, ഇവരുടെ മുൻ പശ്ചാത്തലം എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ പ്രധാനമായും ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും എറണാകുളത്തിന് പുറത്തും ഇത്തരം ആൾക്കാർ തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴയുടെ തീരമേഖല കേന്ദ്രീകരിച്ചും മറ്റും അത് എല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു വരികയാണ് ദേവിക. ഓക്കെ.